Hi everyone, I am Ittihad NK, your faculty for ACCA at Reply Commerce Academy. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ACCA എന്ന് പറയുന്ന കോഴ്സിൽ അക്കൗണ്ടിങ് പേപ്പറിൻ്റെ പ്രോഗ്രഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ACCA നമുക്കറിയാം 3 ലെവൽസാണ് ഉള്ളത്. ദാറ്റ് ഈസ് നോളജ് ലെവൽ, പിന്നെ അത് കഴിഞ്ഞാൽ സ്കിൽ ലെവൽ, പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത ലെവലാണ് പ്രൊഫഷണൽ ലെവൽ. ഇങ്ങനെ 3 ലെവൽസ് ആയിട്ടാണ് ACCAയിൽ നമ്മുടെ പേപ്പേഴ്സ് സ്ട്രക്ചറൈസ് ചെയ്തിട്ടുള്ളത്. അതിൽ നോളജ് ലെവലിലെ നമ്മുടെ അക്കൗണ്ടിങ് പേപ്പറാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. നോളജ് ലെവലിലെ നമ്മുടെ അക്കൗണ്ടിങ് പേപ്പറാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് പേപ്പർ നമുക്ക് സ്കിൽ ലെവലിൽ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. പിന്നെ ഈ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൻ്റെയും അഡ്വാൻസ്ഡ് പേപ്പർ നമുക്ക് പ്രൊഫഷണൽ ലെവലിൽ കാണാൻ പറ്റും. ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്. ഇങ്ങനെ 3 പേപ്പേഴ്സ് ആണ് നമ്മളെ അക്കൗണ്ടിങ് പേപ്പേഴ്സ് ആണ് നമ്മുടെ ACCA മൊഡ്യൂൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഓരോ അക്കൗണ്ടിങ് പേപ്പറിലും ഓരോ ലെവലിലുള്ള പേപ്പറിലും എന്തൊക്കെ കണ്ടന്റ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ നോളജ് ലെവലിലെ വളരെ ബേസിക് പേപ്പറാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാനൊരു ഷോർട്ട് ഓവർവ്യൂ തരാം. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ എടുക്കുകയാണെങ്കിൽ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഈ +1 +2 കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റുഡൻറ്റ്, ACCAയിലൂടെ കയറുന്ന സ്റ്റുഡൻറ്റ് ഫസ്റ്റ് നോളജ് ലെവലിൽ അവർ കയറി കഴിഞ്ഞാൽ ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ മസ്റ്റായിട്ട് എഴുതണം. ഓക്കെ, അപ്പം ഈ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ അക്കൗണ്ട്സിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്മുടെ ഒരു +1 +2 ലെവലിലുള്ള വളരെ ബേസിക് ലെവൽസ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ +1 +2 കുറേ പഠിച്ചിട്ടുള്ള അക്കൗണ്ടിങ് പ്രോസസ്സ്. ഓക്കെ, അക്കൗണ്ടിങ് പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രോസസ്സ് നമുക്കറിയാം. നമ്മൾ ഫസ്റ്റ് ജേണൽ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ജേണൽ പ്രിപ്പയർ ചെയ്താൽ അത് വെച്ചിട്ട് നമ്മൾ ലെഡ്ജർ പ്രിപ്പയർ ചെയ്താൽ പിന്നെ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ട്രയൽ ബാലൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബേസിക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് പ്രോസസ്സിന്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിലുണ്ട്. എങ്ങനെ നമുക്ക് ജേണൽ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ഭയങ്കരമായിട്ടുള്ള കോംപ്ലക്സ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത സിമ്പിൾ അഡ്ജസ്റ്റ്മെന്റ്സ് വെച്ചിട്ട് എങ്ങനെ ബേസിക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യാം. ഇങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറിൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ +1 +2 പഠിച്ചിട്ടില്ല ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്. ഓക്കെ, നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ഉണ്ട്. ദാറ്റ് ഈസ് നമുക്കറിയാം മണി മെഷർമെന്റ് കോൺസെപ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, പിന്നെ അതേപോലെ തന്നെ
പ്രൂഡൻസ് കോൺസെപ്റ്റ്. പിന്നെ അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസംഷൻ ആണ് ഗോയിങ് കൺസേൺ അസംഷൻ. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റിന്റെ എല്ലാം ഉദ്ദേശം എന്താണ്, എന്തിനാണ് ഈ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് നോളജ് നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് പ്രോസസ്സിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് നമ്മൾ. അതേപോലെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അവിടെ വളരെ ബേസിക്കലി വേണ്ട എലമെന്റ്സ് നമുക്കറിയാം. എലമെന്റ്സ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ എലമെന്റ്സിൽ വരുന്നതാണ്. എലമെന്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ എലമെന്റ്സിൽ അസറ്റ് എന്ന് പറഞ്ഞ എന്താണ്, പിന്നെ അതേപോലെ തന്നെ ലയബിലിറ്റി എന്ന് പറഞ്ഞ എന്താണ്, ഇൻകം എന്താ, അതേപോലെ തന്നെ എക്സ്പെൻസ് എന്താണ്, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അസറ്റ് എന്ന് പറഞ്ഞ എന്താണ്, ലയബിലിറ്റി എന്താ, ഇൻകം എന്താ, എക്സ്പെൻസ് എന്താ. ഓക്കെ, അതുമാത്രമല്ല അസറ്റിന്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ എന്താണ് നോൺ കറണ്ട് അസറ്റ്, അതേപോലെ തന്നെ എന്താണ് കറണ്ട് അസറ്റ്, പിന്നെ അതേപോലെ തന്നെ എന്താണ് നോൺ കറണ്ട് ലയബിലിറ്റി, അതേപോലെ തന്നെ എന്താണ് കറണ്ട് ലയബിലിറ്റി. ഓക്കെ, പിന്നെ ഇൻകത്തിന്റെയും പല ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻകത്തിൽ എന്താണ് അക്രൂഡ് ഇൻകം, അതേപോലെ തന്നെ എന്താണ് പ്രീപെയ്ഡ് ഇൻകം, പിന്നെ അതേപോലെ തന്നെ എക്സ്പെൻസിന്റെ ക്ലാസിഫിക്കേഷനിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് അക്രൂഡ് എക്സ്പെൻസ്, അതേപോലെ തന്നെ എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഓക്കെ, അപ്പം അസറ്റ് എന്ന് പറഞ്ഞ എന്താണ്, ലയബിലിറ്റി എന്ന് പറഞ്ഞ എന്താണ്, ഇൻകം എന്ന് പറഞ്ഞ എന്താണ്, എക്സ്പെൻസ് എന്ന് പറഞ്ഞ എന്താണ് എന്നുള്ള കാര്യം വിശദീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും ഇൻകത്തിന്റെയും എക്സ്പെൻസിന്റെയും ഫർദർ ക്ലാസിഫിക്കേഷനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ വരുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ജേർണൽ ഇടുമ്പോഴും അതേപോലെ തന്നെ ലെഡ്ജറിലോട്ടേക്ക് നമ്മൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുമ്പോഴും എറേഴ്സ് വരാം. ഓക്കെ, നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് വരാം, തെറ്റുകൾ വരാം. അപ്പോൾ അക്കൗണ്ട്സിൽ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ എറർ കറക്ഷന്റെ അപ്രോച്ച് എങ്ങനെയാണ്, അതേപോലെ തന്നെ എറർ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് തിരുത്താൻ വേണ്ടിയിട്ട് അക്കൗണ്ടന്റ് എടുക്കേണ്ട അപ്രോച്ച് എന്താണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറിൽ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഇതൊരു മെയിൻ ഏരിയ ആണ് നമ്മുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറിന്റെ. ഓക്കെ, എറർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുന്ന അപ്രോച്ച് എന്താണ്. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അതായത് നമ്മളെ ബിസിനസ് ബാങ്ക് ഇടപാടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കാണ് നമുക്കറിയാം ക്യാഷ് ബുക്ക്. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബാങ്ക് ഇടപാടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്കാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യാഷ് ബുക്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റിലും ബാലൻസും എപ്പോഴും സെയിം ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എറേഴ്സ് സംഭവിക്കാം, അതേപോലെ തന്നെ ക്യാഷ് ബുക്കിൽ എറേഴ്സ് സംഭവിക്കാം. ഓക്കെ, അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഈ രണ്ട് ബാലൻസും തമ്മിൽ മിസ്മാച്ച് വരാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഗതി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്യാഷ് ബുക്കിന്റെ ബാലൻസും ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ ബാലൻസും തമ്മിൽ മിസ്മാച്ച് വരാം. അപ്പൊ ഈ മിസ്മാച്ച് എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യും, എവിടെയാണ് മിസ്മാച്ച് വന്നത്, എന്തുകൊണ്ടാണ് മിസ്മാച്ച് വന്നത്,
ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിൽ പഠിക്കുന്നത്. ഇതൊക്കെ നമ്മൾ +1 +2 ലെവലിൽ നമ്മൾ അറിഞ്ഞു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെയൊക്കെ ഒരു റിഫ്രഷ്മെന്റ് എന്നുള്ള രീതിയിൽ ആ നോളജൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലോട്ട് പോവുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പറിന്റെ അഡ്വാൻസ്ഡ് പേപ്പറാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സ്കിൽ ലെവലിലെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന പേപ്പർ. ഓക്കെ, അപ്പോൾ സ്കിൽ ലെവലില് ഉള്ള പേപ്പറാണ് നമ്മുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് നമ്മളൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഈ പ്രിൻസിപ്പിൾസ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും അതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റർ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കുറേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് പഠിക്കാനുണ്ട് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ. ഓക്കെ, കുറേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പഠിക്കാനുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ ഏറ്റവും കോർ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തയ്യാറാക്കി കൊടുക്കണം. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം ബേസ്ഡ് ഓൺ ദി നോളജ് ഓഫ് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഉണ്ടാവും, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഉണ്ടാവും, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ നോളജ് വെച്ചിട്ട് ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരും. ഓക്കെ, ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് കമ്പ്യൂട്ടറിലാണ്, സ്പ്രെഡ്ഷീറ്റിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊരു മെയിൻ ഏരിയ ആണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നമ്മുടെ FRലുള്ളത്, കൺസോളിഡേഷൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്തിട്ട് ഒരു കമ്പൈൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺസോളിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പൈൻ ചെയ്യണമെങ്കിൽ അവിടെ ബേസിക്കലി വേണ്ട ഒരു എലമെന്റ് ഉണ്ട്, ദാറ്റ് ഈസ് കൺട്രോൾ. ഓക്കെ, അതായത് ഒരു കമ്പനിക്ക് വേറൊരു കമ്പനിയുടെ മുകളിൽ കൺട്രോൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ രണ്ട് കമ്പനിയുടെയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്തിട്ട് ഒരു കമ്പൈൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, കൺട്രോൾ എന്ന് പറഞ്ഞ ഒന്നുമില്ല, ദാറ്റ് ഈസ് പവർ ടു മേക്ക് ഡെസിഷൻസ് ആണ്. ഓക്കെ, ഇപ്പൊ ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന കമ്പനിക്ക് ബി എന്ന് പറയുന്ന കമ്പനിയുടെ മുകളിൽ കൺട്രോൾ ഉണ്ട് എന്ന് പറയണമെങ്കിൽ എ എന്ന് പറയുന്ന കമ്പനിക്ക് ബി എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള ഒരു മേജർ പവർ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ പവർ ഉണ്ടാവുമ്പോഴാണ് എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് എ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ബി കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നിൽ കുറെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് FRൽ ഡീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്.
പിന്നെ ഇത് കഴിഞ്ഞാൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. കൺസോളിഡേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ ഏരിയ. ഓക്കെ, FRൽ വരുന്ന അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിമ്പിൾ ആണ്. അതായത് ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസും അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ പൊസിഷനും നമ്മൾ എന്ത് ചെയ്യലാണ്, അനലൈസ് ചെയ്യലാണ്. ഓക്കെ, ഇന്റർപ്രിട്ടേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസും ഫൈനാൻഷ്യൽ പൊസിഷനും അനലൈസ് ചെയ്യുന്നു ബേസ്ഡ് ഓൺ സെർട്ടൻ റേഷ്യോസ്. ഇവിടെ കുറച്ച് റേഷ്യോസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്റർപ്രിട്ടേഷനിൽ കുറച്ച് റേഷ്യോസ് പഠിക്കാനുണ്ട്. ഈ റേഷ്യോസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസും അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ പൊസിഷനും എത്രത്തോളം അടിപൊളിയാണ്, ഓക്കെ, അതേപോലെ തന്നെ മോശമാണെങ്കിൽ എത്രത്തോളം അത് മോശമായിട്ടാണ് പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അസസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ അനാലിസിസ് നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം. അത് നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസും അതേപോലെ തന്നെ നമ്മുടെ കോമ്പറ്റീറ്റർ കമ്പനി, അതായത് നമ്മുടെ കമ്പനിയെ പോലത്തെ സിമിലർ ഓപ്പറേഷൻസ് നടത്തുന്ന വേറെയും കമ്പനി ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ, അതാണ് കോമ്പറ്റീറ്റേഴ്സ്. ഈ കോമ്പറ്റീറ്റേഴ്സിന്റെ പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പാരിസൺ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ തന്നെ ഈ വർഷത്തെ പെർഫോമൻസും കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസും വെച്ചിട്ട് എന്ത് ചെയ്യാം, കമ്പാരിസൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാവും, കോമ്പറ്റീറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം അടിപൊളിയാണ്, അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഈ വർഷം എത്രത്തോളം അടിപൊളിയാണ് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ അനാലിസിസ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് റേഷ്യോസിന്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ റേഷ്യോസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പേപ്പറിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് നമ്മുടെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിലുള്ളത്. ഓക്കെ, ഇനി ഈ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിന്റെ അഡ്വാൻസ്ഡ് പേപ്പർ ആണ് നമ്മുടെ പ്രൊഫഷണൽ ലെവലിൽ എന്തുള്ളത്, പ്രൊഫഷണൽ ലെവലിൽ ഉള്ള പേപ്പർ, ദാറ്റ് ഈസ് സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ്, SBR. SBRലോട്ട് വരുമ്പോൾ നമ്മൾ ACCയുടെ ഫൈനൽ ലെവലിലോട്ട് കയറുകയാണ്. അപ്പോൾ SBRലോട്ട് വരുമ്പോൾ SBRന്റെ 75% സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ FRൽ തന്നെയാണ്. അതായത് FRലുള്ള എല്ലാ കണ്ടന്റും നമ്മുടെ SBRലുണ്ട്. അത് അതേപോലെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്, SBRൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അതേപോലെ SBRലുണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അതേപോലെ SBRലുണ്ട്. FRൽ എന്തൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് അതേപോലെ SBRലുണ്ട്. പ്ലസ് കുറച്ച് അഡീഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഒരു 4 to 5 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അഡീഷണലി വരുന്നുണ്ട്. അപ്പം FRന്റെ നോളജ് നമുക്ക് അതേപോലെ SBRലോട്ടേക്ക് ആവശ്യം വരുന്നുണ്ട്. അപ്പൊ FRന്റെ നോളജ് നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്ക് SBR എന്ന് പറയുന്ന പേപ്പർ നല്ല കംഫർട്ടായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ നോളജ് ഇവിടെ ആവശ്യമുണ്ട്. FRൽ പറഞ്ഞ അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ നോളജ് ഇവിടെ ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ കൺസോളിഡേഷൻ നമ്മൾ FRൽ പഠിച്ച സെയിം കൺസോളിഡേഷൻ നമുക്ക് SBRൽ ആവശ്യമുണ്ട്. പ്ലസ് കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെന്റ്സ് കുറച്ചും കൂടെ അധികം ഉണ്ട് ഇവിടെ. പിന്നെ അതേപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസോളിഡേറ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കൂടെ ഇവിടെ അധികം വരുന്നുണ്ട് SBRൽ. ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനും കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് വരെ മാത്രമേ ഉള്ളൂ FRൽ. പക്ഷേ SBRലോട്ട് വരുമ്പോൾ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഉണ്ട്, കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കൺസോളിഡേറ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, കൺസോളിഡേറ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അഡീഷണലി ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ SBRൽ നമ്മൾ ഇന്റർപ്രിട്ടേഷന്റെ നോളജ് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഇന്റർപ്രിട്ടേഷന്റെ നോളജ് കൂടി ആവശ്യമുണ്ട്. FRൽ പറഞ്ഞ അതേപോലെ തന്നെ
പിന്നെ SBRൽ അഡീഷണലി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് കറണ്ട് ഇഷ്യൂസ്. കറണ്ട് ഇഷ്യൂസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ FRലില്ല, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലില്ല. പക്ഷെ ഇത് SBRലോട്ട് വരുമുണ്ട്. കറണ്ട് ഇഷ്യൂസ് എന്ന് പറഞ്ഞ ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ കറണ്ട് ഇഷ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കറന്റ്ലിയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പൊ ഫേസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഭയങ്കര ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഓക്കെ, ക്രിപ്റ്റോ കറൻസി, ഡിജിറ്റൽ കറൻസി, ഇങ്ങനെയുള്ള കുറേ ഇടപാടുകൾ ഇപ്പൊ കമ്പനീസ് നടത്താൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇതിൻ്റെയൊക്കെ നോളജ് അക്കൗണ്ടന്റിന് ഭയങ്കര അത്യാവശ്യമായിട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. മുമ്പത്തെ പോലെ ഒന്നുമല്ല. ഓക്കെ, അപ്പം ഈ ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്, ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിലവിലില്ല. ഓക്കെ, ഇങ്ങനെ പല പല പ്രശ്നങ്ങളും കറന്റ്ലി ഉള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനുണ്ട്. അപ്പൊ എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഇപ്പൊ കറന്റ്ലി ഉള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കറണ്ട് ഇഷ്യൂസ് എന്ന് പറയുന്ന ഹെഡിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് SBRന്റെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്, ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഏരിയ ആണ് റിപ്പോർട്ടിംഗ് ആൻഡ് എത്തിക്കൽ ഇംപ്ലിക്കേഷൻ. ഇത് SBRന്റെ ഒരു ഏരിയ ആണ്. എത്തിക്സ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് SBRന്റെ എക്സാമിന് വരുന്നുണ്ട്. അതായത് ഇത് FRലില്ല, പക്ഷെ SBRലുണ്ട്. അതായത് നമ്മളൊരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. പല എത്തിക്കൽ ചാലഞ്ചസും നമ്മൾ ഫേസ് ചെയ്യും, അല്ലെ? നമ്മളൊരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള എത്തിക്കൽ ഡിലേമ നമ്മൾ ഫേസ് ചെയ്യും. അപ്പൊ ഇത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടന്റ് എടുക്കേണ്ട ആക്ഷൻസ് എന്താണ്, ഓക്കെ, എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാനും അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് റിപ്പോർട്ടിംഗ് ആൻഡ് എത്തിക്കൽ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഹെഡിലുള്ളത്. ഓക്കെ, ഇത് SBRന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, ഇത് FRലില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം അഡീഷണലി SBRൽ വരുന്നുണ്ട്. പ്ലസ് നമ്മുടെ SBRൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ റിപ്പോർട്ടിങ്ങും വരുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു കമ്പനിയിലുള്ള ഇൻവെസ്റ്റർക്ക് ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ക്ലിയർ പിക്ചർ കിട്ടണമെങ്കിൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം കിട്ടിയത് കൊണ്ട് കാര്യമില്ല. നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൂടെ കിട്ടിക്കഴിഞ്ഞാലേ അവർക്കൊരു പ്രോപ്പർ ഡെസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനി എത്രത്തോളം എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ കീപ്പ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം സപ്ലയർ റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, നമ്മളെ ബിസിനസ് ആക്ടിവിറ്റി കാരണം കസ്റ്റമർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, ഇതൊന്നും ഫൈനാൻഷ്യൽ ടേംസിൽ നമുക്ക് അളക്കാൻ പറ്റില്ല. ഇതൊക്കെ നോൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ഓക്കെ, ഈ നോൺ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് കൂടെ കിട്ടിക്കഴിഞ്ഞാലേ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലിയർ പിക്ചർ കിട്ടത്തുള്ളൂ, അവർക്ക് നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോപ്പർ ഡെസിഷൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ നോൺ ഫൈനാൻഷ്യൽ ഇൻഫർമേഷന്റെ റിപ്പോർട്ടിംഗ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ SBRലുണ്ട്. പക്ഷെ FRൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ നോളജ് ആണ് മെയിൻലി ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ നോൺ ഫൈനാൻഷ്യൽ ഇൻഫർമേഷന്റെ റിപ്പോർട്ടിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത റിപ്പോർട്ടിംഗ് ആണ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം വളരെ ഒരു മേജർ ഏരിയ ആയിട്ട് SBRലുണ്ട്. ഓക്കെ, അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ FRന്റെ അതേ കണ്ടന്റ് നമുക്ക് SBRലുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, SBRൽ അഡീഷണലി വരികയാണ്. പക്ഷെ രണ്ടിൻ്റെയും മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സാം സ്ട്രക്ചറിലാണ്. FRൽ നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസും ഉണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ 60 മാർക്കിന് നമുക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, പിന്നെ റിമൈനിങ് 40 മാർക്സ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉള്ളത് FRൽ.
പക്ഷെ SBRലോട്ട് വരുമ്പോൾ 100% ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ ഒരു മെയിൻ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ മെജോറിറ്റി കാൽക്കുലേഷൻ പാർട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സ്ട്രാറ്റജിക് ബിസിനസ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ പേപ്പറിലോട്ട് വരുമ്പോൾ അവിടെ മെജോറിറ്റി ഡിസ്കഷൻ ആണ്. കാൽക്കുലേഷൻ പ്ലസ് ഡിസ്കഷൻ ആണുള്ളത്. അത് ഡിസ്കഷനാണ് കുറച്ചും കൂടെ വെയിറ്റേജ് കൂടുതൽ. ഓക്കെ, ഈ ഒരു മെയിൻ ഡിഫറൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടിങ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ACCAയിൽ 3 ലെവൽസ് ആയിട്ട് സ്ട്രക്ചറൈസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഷോർട്ട് ഓവർവ്യൂ ആണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ hoping it will be more helpful for you. So thank you.